Good morning, students. Case 2, economic with the different rates of demand. We have already discussed in the previous class. Just once more the equation. Total time period Q divided by 2 CH into T. Ordering cost D divided by Q into CO. Total variable cost root 2 CH into CO into D divided by T. EOQ is equal to root 2 DCO divided by T into CH. Okay. Then question. A company operates 50 weeks in a year. A company operates 50 weeks in a year. It is concerned about its stock of copper cable. This cost rupees 240 a meter. And there is a demand for 8,000 meters a week. Each replenishment cost rupees 1,050 for administration and rupees 1,650 for delivery, while holding costs are estimated at rupees 25% of value held a year, assuming no shortage are allowed. What is optimal inventory policy for the company? How would this analysis differ if the company wanted to maximize profit rather than minimize cost? What is the gross profit if the company sell cable rupees 360 a meter? Question idane. A company operates 50 weeks in an year. ഒരു വർഷത്തിൽ കമ്പനി 50 വീക്സ് ഓപ്പറേറ്റ് ചെയ്യും. എന്താ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ കൺസേൺഡ് അബൌട്ട് ഇറ്റ് സ്റ്റോക്ക് ഓഫ് കോപ്പർ കേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്പനീസാണ്. ദിസ് കോസ്റ്റ് rupees 240 എ മീറ്റർ ആൻഡ് ദർ ഈസ് എ ഡിമാൻഡ് ഫോർ 8,000 മീറ്റേഴ്സ് എ വീക്ക്. ഒരു വീക്കിലുള്ള ഡിമാൻഡ് 8,000 ആണ്. അതിൻ്റെ കോസ്റ്റ് 240 ആണ്. ഒരു മീറ്ററിൻ്റെ കോസ്റ്റ് 240 ആണ്. ഈച്ച് റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് 1,050. ഓരോന്നിൻ്റെ റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് 1,050 ആണ്. ഫോർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് rupees 1,650 ഫോർ ഡെലിവറി. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് 1,050ഉം ഡെലിവറി കോസ്റ്റ് 1,650 ആണ്. വൈൽ ഹോൾഡിംഗ് കോസ്റ്റ് ആർ എസ്റ്റിമേറ്റഡ് അറ്റ് 25% ഓഫ് വാല്യൂ ഓഫ് ഹെൽഡ് എ ഇയർ. അതിൻ്റെ എസ്റ്റിമേറ്റഡ് ക്യാരിയിങ് കോസ്റ്റ് 25% ഓഫ് ആണ്. അസ്യൂമിങ് നോ ഷോർട്ടേജസ് ആർ അലൗഡ്. അതിന് ഷോർട്ടേജസ് നമ്മളിപ്പോൾ പഠിക്കുന്നതൊക്കെ നോ ഷോർട്ടേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോ ഷോർട്ടേജസ് ആർ അലൗഡ് ആണ്. വാട്ട് ഈസ് ദ ഓപ്റ്റിമൽ ഇൻവെൻട്രി പോളിസി ഫോർ ദ കമ്പനി? ഒപ്റ്റിമൽ ഇൻവെൻട്രി പോളിസി എന്ന് പറഞ്ഞാൽ EOQ കാൽക്കുലേറ്റ് ആണ്. പിന്നെയോ ഹൗ വുഡ് ദിസ് അനാലിസിസ് ഡിഫർ ഇറ്റ്സ് കമ്പനി വാണ്ടഡ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് റാദർ ദാൻ മിനിമൈസ് കോസ്റ്റ്? എങ്ങനെയാണ് കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റും മിനിമൈസ് കോസ്റ്റും ഉണ്ടാക്കാൻ പറ്റുക? ദെൻ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി? കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? ഇഫ് ദ കമ്പനി സെൽസ് കേബിൾ 360 എ മീറ്റർ, അപ്പോൾ 250 രൂപയുള്ള ആ ഒരു കേബിളിന് കോസ്റ്റുള്ള ഒരു കേബിളിന്, ഒരു മീറ്റർ കേബിളിന് 360 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എത്ര? ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് സൊല്യൂഷൻ കാണാം. കേസ് 2 വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കാരണം എന്താ? കേസ് 2 വെച്ചത് ഒന്ന് കൂടുതൽ ക്യാരിയിങ് കോസ്റ്റുകളും കാര്യങ്ങളും കുറച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മളിത് കേസ് 2 ആയിട്ട് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഡിമാൻഡ് കാണണം. ഡിമാൻഡ് ഒരു മീറ്ററിന് 8,000 മീറ്റർ ഉണ്ട്. ഒരു വീക്കിലാണ് 8,000 മീറ്റർ ഉണ്ട്. ഒരു മീറ്ററിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ മൊത്തം ആനുവൽ ഡിമാൻഡാണ് D എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീക്കിലുള്ള മീറ്റർ 8,000 ആണ്. അപ്പോൾ അങ്ങനെ എത്ര വീക്ക് ഉണ്ട്? കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന 50 വീക്സ് ഉണ്ട്. അപ്പോൾ ഡിമാൻഡ് എങ്ങനെയാണ്? 8,000 ഇൻറ്റു 50 വീക്സ്. മനസ്സിലായോ? ഒരു വീക്കിൽ 8,000 ആണ്, 50 വീക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ആനുവൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 8,000 ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 4 lakh മീറ്റർ എ ഇയർ. ഒരു ഇയറിൽ 4 lakh മീറ്റർ ഉണ്ട്. നെക്സ്റ്റ് പർച്ചേസ് കോസ്റ്റ് C. പർച്ചേസ് കോസ്റ്റ് എത്രയാ? 240 പെർ മീറ്റർ ആണ്. 240 പെർ മീറ്റർ അതവിടെ. നെക്സ്റ്റ് ഓർഡറിംഗ് കോസ്റ്റ് CEO പറയുന്നുണ്ട്. 2 ഉണ്ട് ഓർഡറിംഗ് കോസ്റ്റിന്.
ഒന്ന് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആയ 1050 ഉണ്ട്, ഡെലിവറി കോസ്റ്റ് ആയ 1650 ഉണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് ഓർഡറിംഗ് കോസ്റ്റ് വരിക, 2700 വരും. നെക്സ്റ്റ് കേരിയിങ് കോസ്റ്റ്. കേരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 25% ആണ് പറഞ്ഞത്. സോ 240ന്റെ 25%, 240 × 25 ഡിവൈഡ് ബൈ 100 അല്ലെങ്കിൽ 240 × 0.25 ഈസ് ഈക്വൽ ടു ₹60 per meter. ₹60 per meter. 25 ഡിവൈഡ് ബൈ 100 ഇവിടെ ടീച്ചർ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ 240 × 2.25 അല്ലെ 240 × 25 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു ₹60 per meter. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യം കിട്ടി. സോ ഡി ഈസ് ഈക്വൽ ടു 8000 × 50 നമുക്ക് കിട്ടി. അതുപോലെ തന്നെ 240 കിട്ടി. ഓർഡറിംഗ് കോസ്റ്റ് 2700 കിട്ടി. കേരിയിങ് കോസ്റ്റ് 60 കിട്ടി. സോ EOQ നമുക്ക് ഒപ്റ്റിമൽ EOQ ആദ്യം ചെയ്യാം, എന്നിട്ട് മറ്റേ ചെയ്താൽ മതി. സോ നേരത്തെ ഇക്വേഷൻ തന്നെ, ആദ്യത്തെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഒപ്റ്റിമൽ EOQ അപ്പുറത്ത് ചെയ്താൽ മതി. ഇത് ആദ്യം ചെയ്യാം. സോറി, EOQ ആദ്യം ഇത് ചെയ്യാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. √2 DCO ഡിവൈഡ് ബൈ CH holding cost. So is equal to √2 × 4 lakh × 2700 divided by 60 is equal to, അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 6000 മീറ്റർ. നിങ്ങൾ മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്തായിട്ട് കാണിക്കണേ. ഞാനിവിടെ ഒരുപാട് സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് MB ആവും, അപ്പോൾ ലോഡാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി എഴുതിയത്. നിങ്ങൾ മുഴുവൻ റൂട്ട് കണ്ടിട്ട് ആ റൂട്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണേ നോട്ട്സിൽ എഴുതുമ്പോൾ. സോ √2 × 4 lakh × 2700 divided by 60 is equal to 6000 meters. അപ്പോൾ നമുക്ക് 6000 meters കിട്ടി EOQ. ഇനി വേരിയബിൾ കോസ്റ്റ് കാണാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു Q × CH. അങ്ങനെ ഒരു ഇക്വേഷനിലായിരുന്നോ? എല്ലാ ഇക്വേഷനും പഠിച്ചു വെക്കണം. കൺസെപ്റ്റ് ഏതിനനുസരിച്ചിട്ടോ നമുക്ക് മാറ്റാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ മറ്റൊരു ഇക്വേഷൻ എന്തായിരുന്നു? Q × CH. Qയും CHയും ഡയറക്റ്റ് തന്നുകൊണ്ട് അത് വേഗം കഴിയും. So is equal to Q 6000 × CH 60 is equal to 3,60,000. ഇനി ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്തായിരുന്നു? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് × D × C. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തില്ലേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് D × C. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാ? 3,60,000 പ്ലസ് D 4 lakh × C എത്രയാ? 240. കോസ്റ്റ് എത്രയാ? 240. So 360 plus 4 lakh into 240. ഞാൻ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. So 360 plus 4 lakh into 240 is equal to 96 lakh 9 crores 63 lakh 60,000. 9 crore 63,60,000. അപ്പം നമുക്ക് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വരുന്നത് 9,63,60,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വരുന്നത്. ഇനി നമ്മളോട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് കോസ്റ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ മൈനസ് കോസ്റ്റ് ആണ്. റവന്യൂ മൈനസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിമാൻഡ് എത്രയാ? റവന്യൂ എങ്ങനെയാ കാണുക? റവന്യൂ കാണുക എങ്ങനെയാ? ഡിമാൻഡ് ഇൻറ്റു നമുക്ക് സെല്ലിംഗ് പ്രൈസ്. റവന്യൂ അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട സാധനം. വേണമെങ്കിൽ ഇക്വേഷൻ ഞാനിവിടെ എഴുതി, ടെക്സ്റ്റിലൊന്നും ഇക്വേഷൻ ഇല്ല, ടീച്ചറുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. റവന്യൂ ഇസ് ഈക്വൽ ടു ഡിമാൻഡ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. റവന്യൂ എന്ന് പറയുന്നത് ഡിമാൻഡ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാ? 4 lakh ആണ്. സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റിന്റെ അവസാനം അതാ 360 രൂപക്ക് വിറ്റാൽ എത്ര പ്രോഫിറ്റ് കിട്ടും? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 360 ആണ്. സോ 4 lakh × 360 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1 crore 14 crores 40 lakh. യെസ്, 14 crores 40 lakh പെർ ഇയർ. 14 crores 40 lakh പെർ ഇയർ. 14,40,00,000 രൂപ നമുക്ക് ഒരു ഇയറിൽ കിട്ടും. 14,40,00,000 രൂപ നമുക്ക് ഇയറിൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെ റവന്യൂ കിട്ടും, അല്ലേ? റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം 14,40,00,000 രൂപയാണ്. നമ്മളുടെ കോസ്റ്റ് 9 crore 63,60,000. 9,63,60,000 രൂപ. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കണ്ടൂടെ? സോ ദെയർഫോർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. സോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 14 crores 40 lakh മൈനസ് 9 crores 63,60,000 ഈസ് ഈക്വൽ ടു 4 crores 76,40,000 എ ഇയർ. അപ്പൊ 4,76,000
40,000 രൂപ ഒരു ഇയറിൽ നമുക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടും ഇങ്ങനെ കേബിൾ വിൽക്കുന്നതാണെങ്കിൽ. ക്ലിയർ ആയോ? ഒന്നും കൂടി പറഞ്ഞുതരാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു കമ്പനി 50 വീക്കിൽ ഒരു ഇയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വീക്കിൽ 800 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മീറ്ററിന് ഡിമാൻഡ്, കേബിളിൽ ഡിമാൻഡ് ഉണ്ടാവുന്ന, ഒരു വീക്കിൽ കേബിളിൻ്റെ കോസ്റ്റ് വരുന്ന 240 ആണ്. അതിൻ്റെ റീപ്ലനിഷ്മെന്റ് കോസ്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷനിൽ 1050യും ഡെലിവറി കോസ്റ്റ് ആയ 1650യും കോസ്റ്റ് വരുന്നുണ്ട്. ഹോൾഡിംഗ് കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 25% ആണ്. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ടേജ് ഒന്നും വരുന്നില്ല. ഒപ്റ്റിമൽ ഇൻവെന്ററി പോളിസി കമ്പനിയോട് എത്രയാ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റും മിനിമൈസ് കോസ്റ്റും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 360 രൂപക്ക് ആ ഒരു കേബിൾ ഒരു മീറ്ററിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും? സോ ഫസ്റ്റ് നമുക്ക് EOQ കാണണമെങ്കിൽ ഡിമാൻഡ് കാണണം. ഒരു വീക്കിൽ 8000 മീറ്റർ ആണ്. അപ്പോൾ 50 വീക്കാണുള്ളത്. സോ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 8000 × 50, 4 lakh മീറ്റർ എ ഇയർ. പർച്ചേസ് കോസ്റ്റ് 240 പെർ ഇയർ ആണ്. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1050 ഉണ്ട്, 1650 ഉണ്ട്. സോ 2700. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2040യുടെ 25% ആണ് പറഞ്ഞത്. സോ ₹60. EOQ കാണാം. EOQ ഈസ് ഈക്വൽ ടു √2 DCO / CH. So √2 into 4 lakh into 2700 divided by 60 is equal to 6000 meters. Next total variable cost. ഈ ഇക്വേഷൻ എളുപ്പത്തിൽ കഴിയുന്ന ഇക്വേഷൻ ഏതാണോ നമ്മളെടുത്ത് എളുപ്പത്തിൽ കഴിയുന്ന അതങ്ങ് ചെയ്താൽ മതി. TBC is equal to Q into CH. മറ്റേത് ചെയ്താലും തെറ്റില്ലേ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഒരു മാറ്റം ഉണ്ടാവില്ല. സോ Q 6000 into 60 is equal to 3,60,000. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ TBC plus D into C. So 3,60,000 plus 4 lakh into 240, 9 crore 63,000. Sorry, 9 crore 63,60,000 ഇൻവെന്ററി കോസ്റ്റ് കിട്ടും. ഇനി നമുക്ക് പ്രോഫിറ്റ് നോക്കണം. സോ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. 4 lakh into 360 is equal to 14 crores 40 lakh per year. Therefore, profit is equal to revenue minus total inventory cost is equal to 14 crores 40 lakh minus 9 crores 63 lakh 60,000 is equal to 4 crores 76 lakh 40,000 a year. Clear ആയോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു വർഷത്തേക്ക് ഈ കേബിൾ കമ്പനികൾക്ക് കിട്ടുന്നത് 4,76,40,000 രൂപ കിട്ടും പ്രോഫിറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. POQ Plumbing Company stocks of thousands of plumbing items sold to regional plumbers, contractors and retailers. Mr. Ravi, the firm's general manager, wonders how much money would be saved annually if EOQ were used instead of the firm's present rule of thumb. He instructs Mr. Jidesh to conduct an analysis of one material only to examine if significant savings might result from using the EOQ. Mr. Jidesh develops the following estimates from accounting information. അടുത്തൊരു ക്വസ്റ്റ്യൻ. POQ പ്ലംബിംഗ് കമ്പനി, ഒരു POQ പ്ലംബിംഗ് കമ്പനി ഉണ്ട്. അവരുടെ സ്റ്റോക്സ് തൗസൻഡ്സ് ഓഫ് പ്ലംബിംഗ് ഐറ്റംസ്, ഒരു വർഷത്ത് തൗസൻഡ്സ് ഓഫ് പ്ലംബിംഗ് ഐറ്റംസ് സോൾഡ് ഇൻ ടു എ റീജിയണൽ പ്ലംബേഴ്സ് വിൽക്കുന്നുണ്ട്. അതുപോലെ കോൺട്രാക്ടേഴ്സും റീറ്റെയിലേഴ്സും കൂടി വിൽക്കുന്നുണ്ട്. ദെൻ മിസ്റ്റർ രവി, ദ ഫേംസ് ജനറൽ മാനേജർ, രവി ആ ഫേമിന്റെ ജനറൽ മാനേജറാണ്. വോണ്ടേഴ്സ് ഹൗ മച്ച് മണി വുഡ് ബി സേവ് ആനുവലി, എത്രയാണ് അദ്ദേഹം സേവ് ചെയ്യുന്നത് ആനുവലി ഇഫ് EOQ were used instead of firm's present rule of thumb. പ്രസന്റ് റൂൾ ഓഫ് തമ്പിന് പകരം EOQ ആ ഫേമിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം രവിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ he instruct Mr. Jidesh to conduct an analysis of one material only to examine if significant savings might result from using the EOQ. അപ്പോൾ മിസ്റ്റർ ജിതേഷും ഈ അനാലിസിസ്, ഈ ഒരു EOQ എന്ന് പറയുന്ന അനാലിസിസ് മെറ്റീരിയൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര സേവ് ചെയ്യാൻ പറ്റും. അടുത്തത് മിസ്റ്റർ ജിതേഷ് ഡെവലപ്സ് ദ ഫോളോയിങ് എസ്റ്റിമേറ്റ് ഫ്രം ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പം ജിതേഷ്
താഴെ പറയുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷന്റെ ബേസിലാണ് ജിതേഷ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു EOQ എസ്റ്റിമേറ്റ് ചെയ്ത കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്ത്. ഇൻഫോർമേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ D10,000 Q 400 waves per order, CH ₹4 per unit per year, CO 55 per order ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് കാണാം. നേരത്തെ പഠിച്ച ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് കാണും. അല്ലെങ്കിൽ EOQ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് നമ്മൾ കേസ് 2 ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് പഠിച്ചില്ലേ. ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? D/Q ഇൻറ്റു CO പ്ലസ് Q/2 ഇൻറ്റു CH. അത് നമുക്ക് കാണാം. സോ 10,000 ഡിവൈഡ് ബൈ 400 ഇൻറ്റു 55. ഓരോന്നും നമുക്ക് ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. D എത്രയാണ്? 10,000 ആണ്. Q 400 ആണ്. CO 55 ആണ്. CH 4 ആണ്. തന്നിട്ടില്ലേ? എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് നേരത്തെ തന്ന ഇക്വേഷൻ D/Q ഇൻറ്റു CO പ്ലസ് Q/2 ഇൻറ്റു CH ഈസ് ഈക്വൽ ടു 10,000 ഡിവൈഡ് ബൈ 400 ഇൻറ്റു CO 55 പ്ലസ് 400 divided by 2 into 4 is equal to 1,375 plus 800 is equal to 2,175. Next EOQ കാണാം. EOQ is equal to √2 into D into CO divided by CH is equal to √2 into 10,000 into 55 divided by 4 is equal to √2,75,000 is equal to 524.40 units. Next അടുത്ത ടോട്ടൽ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് ഓഫ് EOQ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടോട്ടൽ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് ഇഫ് EOQന്റെ ബേസിൽ ടോട്ടൽ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ്. അപ്പൊ EOQ കണ്ടിട്ട് ആ EOQന്റെ Q, സാധാരണ Q നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 400 ആണ്. അതിന് പകരം EOQ എന്ന് പറയുന്നത് എന്താ? ശരിക്കും Q ആണ്. സാധാരണ തന്ന ക്വാണ്ടിറ്റിയുടെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ആനുവൽ കോസ്റ്റ് കണ്ട്. അതുപോലെ തന്നെ ഇനി EOQ കണ്ടുപിടിച്ചിട്ട് EOQന്റെ ബേസിൽ നമുക്ക് ടോട്ടൽ ആനുവൽ കോസ്റ്റ് കാണും. EOQ എന്ന് പറഞ്ഞാൽ Q. അപ്പൊ EOQന്റെ Q ടോട്ടൽ ആനുവൽ കോസ്റ്റിൽ എടുത്തിട്ട് ഒന്നും കൂടി ചെയ്യണം. തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ ലാഭമാണോ നഷ്ടമാണോ നോക്കാം. സോ ടോട്ടൽ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് ഇഫ് EOQ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഒരു മാറ്റവും ഇല്ല. D/Q ഇൻറ്റു CO പ്ലസ് Q/2 ഇൻറ്റു CH. അപ്പൊ Qക്ക് പകരം EOQന്റെ വാല്യൂ എടുക്കുന്നത് മാത്രം. സോ 1000 divided by Q 524. അവിടെ നിങ്ങൾ എഴുതണേ, ഞാനത് മിസ്സായിപ്പോയി, സോറി. അപ്പൊ 1000 divided by 524 എന്താ വരിക? 1000 divided by 524.4 into 55 plus 524.4 divided by 2 into 4 is equal to 2097.64. അപ്പൊ നമുക്ക് നേരത്തെ ടോട്ടൽ ആനുവൽ കോസ്റ്റ് Q 400 രൂപ എടുക്കുമ്പോൾ 2175 വന്നത്. ഇവിടെ EOQ ആയിട്ട് Q എടുക്കുമ്പോൾ ആനുവൽ കോസ്റ്റ് വന്ന 2097.62 അല്ലേ? നോക്കൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റിമേറ്റഡ് സ്റ്റോക്ക് കോസ്റ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ എസ്റ്റിമേറ്റഡ് സ്റ്റോക്ക് കോസ്റ്റ്. സോ 2175 മൈനസ് 2097.62 ഈസ് ഈക്വൽ ടു 77.4. അതാണ് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്. അപ്പൊ 77.4 രൂപ നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റഡ് സ്റ്റോക്ക് കോസ്റ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ EOQ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ EOQ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്, ബെസ്റ്റ് ആണ് EOQ. കാരണം 2175 രൂപ വരുന്നിടത്ത് കോസ്റ്റ് എത്രയേ വരുള്ളൂ? 2097 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ EOQ നമുക്ക് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ് പറയാൻ പറ്റും. ഒന്നുകൂടി നോക്കിക്കോ. PQR എന്ന് പറയുന്ന പ്ലംബിംഗ് കമ്പനിയാണ്. അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അവർ പറയാണ് 400 രൂപക്ക് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക, ആനുവൽ കോസ്റ്റ് എത്ര വരും. അതല്ല EOQ ബേസ് ചെയ്തിട്ട് ആനുവൽ കോസ്റ്റ് എത്ര വരും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ടോട്ടൽ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് D/Q ഇൻറ്റു CO പ്ലസ് Q/2 ഇൻറ്റു CH. ഇവർ തന്ന Q വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ഡിമാൻഡ് 10,000 divided by Q 400 ഇൻറ്റു CO 55 പ്ലസ്
400 divided by 2 into CH4 is equal to 1375 plus 800 is equal to 2175. Next EOQ കാണാണ്. EOQ is equal to root 2 DCO divided by CH is equal to root 2 into 10,000 into 55 divided by 4 is equal to root 2,75,000 is equal to 524.40. ഇനി ടോട്ടൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് ഇഫ് EOQ Q ആയിട്ട് EOQ എടുക്കണം. D divided by Q into CO plus Q divided by 2 into CH. ഒന്നുമില്ല, Qക്ക് പകരം എന്തെടുക്കും? EOQന്റെ വാല്യൂ എടുക്കും. സോ D 10,000 ആണ്, ഞാൻ 1000 എഴുതിയത്, സോറി. 10,000 ഡിവൈഡ് ബൈ 1000 അല്ലേ, 10,000 ആണ്. 10,000 ഡിവൈഡ് ബൈ 524.4 into 55 plus 524.4 divided by 2 into 4 is equal to 2097.62. 10,000 ആണ് അവിടെ എഴുതേണ്ടത്. D 10,000. സോ നമുക്ക് എന്ത് കിട്ടും? എസ്റ്റിമേറ്റഡ് സ്റ്റോക്ക് കോസ്റ്റ്. Therefore estimated stock cost 2175 minus 2097.62 is equal to 77.4. So EOQ would be significant. അങ്ങനെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് നോക്കിക്കോ. അടുത്ത കൺസെപ്റ്റ് ആണ് പ്രോബ്ലം ഓഫ് EOQ വിത്ത് ഡെഫിനിറ്റ് റീപ്ലെനിഷ്മെന്റ്. പ്രോബ്ലം ഓഫ് EOQ വിത്ത് ഡെഫിനിറ്റ് ആയിട്ടുള്ള, വിത്ത് ഫിനിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വിത്ത് ഫിനിറ്റ് റീപ്ലെനിഷ്മെന്റ് ഓർ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട EOQ ആണ്. ജസ്റ്റ് ലൈക്ക് ആൻ EOQ മോഡൽ 1. എന്തുപോലെ തന്നെയാണ് EOQ മോഡൽ 1 നമ്മൾ പഠിച്ചില്ലേ, ക്ലാസിക്കൽ മോഡൽ. ദ ഡിഫറൻസ് ഈസ് ഓൺ ടൈം ടു റീപ്ലെനിഷ് ഇൻവെന്ററി. ഇതിൻ്റെ അകത്ത് ആകെ ഒരു വ്യത്യാസമുള്ളത്, ക്ലാസിക്കൽ മോഡലിൽ ഫസ്റ്റ് പഠിച്ചതിൽ വ്യത്യാസമുള്ളത് ടൈമാണ്. ടൈം ടു റീപ്ലെനിഷ് ഇൻവെന്ററി. അതിൻ്റെ അകത്ത് 2-3 അസംഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ്, ഡിമാൻഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ഡിമാൻഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റിലാണ്. സെക്കൻഡ്, പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് ഈസ് ഫിക്സഡ്. പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് അവിടെ ഫിക്സഡ് ആയിരിക്കും, മാറൂല. 3, സപ്ലൈ റേറ്റ് ഓർ പ്രൊഡക്ഷൻ റേറ്റ്. സപ്ലൈ റേറ്റ് അല്ലെ പ്രൊഡക്ഷൻ റേറ്റ് P എന്ന് പറയും. ഈസ് ഗ്രേറ്റർ ദാൻ യൂസേജ് ഓർ ഡിമാൻഡ് റേറ്റ് D. അപ്പൊ സപ്ലൈ റേറ്റ് ഡിമാൻഡ് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഫോർത്ത്, പ്രൊഡക്ഷൻ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ സെറ്റപ്പ്. പ്രൊഡക്ഷൻ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ സെറ്റപ്പ്. ഇതെല്ലാം കൺസെപ്റ്റ് അവിടെ പഠിച്ചു വെച്ചാൽ മതി. സോ പ്രോബ്ലംസ് ഓഫ് EOQ വിത്ത് ഫിനിറ്റ് റീപ്ലെനിഷ്മെന്റ് ഓർ പ്രൊഡക്ഷൻ ജസ്റ്റ് ലൈക്ക് ആസ് എ EOQ മോഡൽ ഫസ്റ്റ് ഓർ ക്ലാസിക്കൽ മോഡൽ. ഇറ്റ്സ് ഓൺലി ഡിഫറൻസ് ടൈം ടു റീപ്ലെനിഷ് ഇൻവെന്ററി. അസംഷൻ, ഫസ്റ്റ്, ഡിമാൻഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. സെക്കൻഡ്, പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് ഈസ് ഫിക്സഡ്. തേർഡ്, സപ്ലൈ റേറ്റ് ഓർ പ്രൊഡക്ഷൻ റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ യൂസേജ് ഓർ ഡിമാൻഡ് റേറ്റ്. Supply rate indicate P, usage rate D. Fourth, production begins immediately after production setup. ഇനി നമുക്ക് അടുത്തൊരു ടേം ആണ് ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ഓർ VBQ. പഠിച്ചിട്ടുണ്ടാവും. ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പഠിച്ചത്. സോ അതിനകത്ത് ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും, QTയിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ഓർ Q, അതിനെ Q കൊണ്ടാണ് പറയാം. അതിന് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ EOQന്ന് ചെറിയൊരു മാറ്റമുണ്ട്. റൂട്ട് 2 DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡ് ബൈ P മൈനസ് D. P ഡിവൈഡ് ബൈ P മൈനസ് D. ഇതാണ് ഇതിൻ്റെ അകത്താകെ മാറ്റമുള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ റൂട്ട് 2 DCO ഡിവൈഡ് ബൈ CH നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട്, P ഡിവൈഡ് ബൈ P മൈനസ് D. സോ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഡിവൈഡ് ബൈ 2. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് എല്ലാത്തിലും ചെറിയ മാറ്റം വരുന്നുണ്ട്. P എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, P എന്താ? പ്രൊഡക്ഷൻ റേറ്റ്. DO ഡിമാൻഡ് റേറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ റേറ്റ് ഡിവൈഡ് ബൈ പ്രൊഡക്ഷൻ റേറ്റ് മൈനസ് ഡിമാൻഡ് റേറ്റ്, അതും കൂടി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന് മാത്രം, വേറൊരു വ്യത്യാസമില്ല. സോ ക്യാരിയിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു, നേരത്തെ ക്യാരിയിങ് കോസ്റ്റ് എന്തായിരുന്നു? Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH ആയിരുന്നു. അതിന് പകരം ഇവിടെ ഒരു ഐറ്റം കൂടി വരുന്നുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് ജസ്റ്റ് റിവൈസ് ചെയ്യുന്നു. നേരത്തെ Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു P മൈനസ് D ഡിവൈഡ് ബൈ P. P മൈനസ് D ഡിവൈഡ് ബൈ P. പ്രൊഡക്ഷൻ കോസ്റ്റ് മൈനസ് ഡിമാൻഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻറ്റു CH. അടുത്ത പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് ചെറിയ മാറ്റം എല്ലാത്തിനും വരുന്നുണ്ട്. പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO. D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO. ടോട്ടൽ മിനിമം വേരിയബിൾ ഇൻവെന്ററി കോസ്റ്റ് നമ്മൾ TVC
ടോട്ടൽ മിനിമം വേരിയബിൾ ഇൻവെന്ററി കോസ്റ്റ് അല്ലെങ്കിൽ TVC ഈസ് ഈക്വൽ ടു √2DCOCH. അത് ഇതുവരെയുള്ള ഇക്വേഷൻ, അതിൻ്റെ കൂടെ ഇത് വരുന്നുണ്ട് P മൈനസ് D ഡിവൈഡ് ബൈ P. √2DCO ഇൻറ്റു CH ഇൻറ്റു P മൈനസ് D ഡിവൈഡ് ബൈ P. ഒപ്റ്റിമം നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺസ് പെർ ഇയർ. ഒരു ഇയറിൽ ഒപ്റ്റിമം നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഒന്നുമില്ല. ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി EBQ ഈസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ ഡിവൈഡ് ബൈ പ്രൊഡക്ഷൻ മൈനസ് ഡിമാൻഡ് റേറ്റ്. ഇത്രയേ വരുന്നുള്ളൂ. EBQ ഈസ് ഈക്വൽ ടു √2DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡ് ബൈ P മൈനസ് D. Carrying cost Q divided by 2 into P minus D divided by P into CH. Production setup cost D divided by Q into CO. Total minimum variable inventory cost is equal to √2DCOCH into P minus D divided by P. Optimum number of production runs per year. Okay. ഒരു 2-3 ഐറ്റം കൂടിയുണ്ട്. Optimum number of production runs per year. Optimum number of production runs per year. N നമ്മൾ നേരത്തെ N പഠിച്ചില്ലേ? N. Optimum number of production runs per year or N. N is equal to D divided by Q. നമ്മൾ പഠിച്ചാണ് D divided by Q. അല്ലെങ്കിൽ √DCN divided by 2CO into 1 minus D divided by P. ചെറിയ മാറ്റമുണ്ട്. √DCN divided by 2CO into 1 minus D divided by P. ഇനി അടുത്ത ഒപ്റ്റിമൽ ലെങ്ത് ഓഫ് ഈച്ച് ലോഡ് സൈസ് അല്ലെ TP. ഒപ്റ്റിമൽ ലെങ്ത് അല്ലെങ്കിൽ ഒപ്റ്റിമൽ ടൈം എന്ന് പറയും. ഒപ്റ്റിമൽ ലെങ്ത് ഓർ ഒപ്റ്റിമൽ ടൈം ഓഫ് ഈച്ച് ലോഡ് സൈസ് പ്രൊഡക്ഷൻ റൺ TP എന്ന് പറയും. അല്ലെ ഒപ്റ്റിമൽ ലെങ്തോ അല്ലെ ഒപ്റ്റിമൽ ടൈം ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ P. Q ഡിവൈഡ് ബൈ P ഈസ് ഈക്വൽ ടു √2DCO ഡിവൈഡ് ബൈ CH. രണ്ട് റൂട്ട് ഉണ്ട്. √2DCO ഡിവൈഡ് ബൈ CH. പിന്നെ അടുത്ത റൂട്ട് P ഡിവൈഡ് ബൈ P മൈനസ് D. ഓക്കെ. നെക്സ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, ഇതൊക്കെ ആഡ് ചെയ്താലാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുക. D ഇൻറ്റു C പ്ലസ് D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO പ്ലസ് Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു P മൈനസ് D ഡിവൈഡ് ബൈ D ഇൻറ്റു CH. ഒന്നുമില്ല, കാണുമ്പോൾ വലിയ ഇക്വേഷനാന്ന് തോന്നുന്നു. ഒന്നുമില്ല, 2 ഘട്ടമാണ്. 3 ഘട്ടം. ഫസ്റ്റ് ഘട്ടം D ഇൻറ്റു C ഡിമാൻഡ് ഇൻറ്റു കോസ്റ്റ് പ്ലസ് അടുത്ത D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO പ്ലസ് Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു P മൈനസ് D ഡിവൈഡ് ബൈ D ഇൻറ്റു CH. 3 ഘട്ടം. ആദ്യം D ഇൻറ്റു C, പിന്നെ അടുത്തത് D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO, പിന്നെ അടുത്ത Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു P മൈനസ് D ഡിവൈഡ് ബൈ D ഇൻറ്റു CH. ഈ 3 കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. EBQ √2DCO divided by CH into P divided by P minus D. Carrying cost Q divided by 2 into P minus D divided by P into CH. Next, production setup cost D divided by Q into CO. Next, total minimum variable inventory cost √2DCO into CH into P minus D divided by P. Optimum number of production run per year. The optimum number of production run per year or N. എന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചില്ല, അതിന് പകരം ചെറിയൊരു മാറ്റം. D ഡിവൈഡ് ബൈ Q അല്ലെങ്കിൽ √DCH ഡിവൈഡ് ബൈ 2CO ഇൻറ്റു 1 മൈനസ് D ഡിവൈഡ് ബൈ P. അടുത്തത് ഒപ്റ്റിമൽ ലെങ്ത് ഓഫ് ഈച്ച് ലോഡ് സൈസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ TP ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ P അല്ലെങ്കിൽ √2DCO ഡിവൈഡ് ബൈ CH √P ഡിവൈഡ് ബൈ P മൈനസ് D. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു D ഇൻറ്റു C plus D divided by Q into CO plus Q divided by 2 into P minus D divided by D into CH. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മറ്റൊരു ക്വസ്റ്റ്യൻ. Rajiv, a contractor has to supply 5,000 bearing per year to an automobile manufacturer. He finds that when he starts a production run, he can produce 20,000 bearings per day. The cost of holding a bearing in stock for 1 year is ₹1 and setup cost of production run is ₹900. How frequently production run be made? രാജീവ് ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം 5000 സപ്ലൈ ചെയ്യുന്നുണ്ട് ബിയറിംഗ് പെർ ഡേയിൽ ടു ആൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ.
ഹി ഫൈൻഡ് ദാറ്റ് അദ്ദേഹം കണ്ടെത്താണ് വെൻ ഹി സ്റ്റാർട്ട്സ് എ പ്രൊഡക്ഷൻ റൺ ചെയ്യുകയാണെങ്കിൽ ഹി ക്യാൻ പ്രൊഡ്യൂസ് 20,000 ബിയറിംഗ് പെർ ഡേ. 20,000 അതിൻ്റെ ഓട്ടോമൊബൈലിൻ്റെ പാർട്സ് അല്ലെങ്കിൽ ബിയറിംഗ് ഡേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ബിയറിംഗ് ഇൻ എ സ്റ്റോക്ക് ഫോർ 1 ഇയർ, ഒരു ഇയറിലേക്ക് അദ്ദേഹത്തിന് സ്റ്റോക്ക് ഒരു കോസ്റ്റ് വരുന്ന ₹1 ആണ്. ഒരു ഇയറിലേക്ക് ഒരു ബിയറിന്റെ മുകളിൽ സ്റ്റോക്ക് വരുന്ന ₹1 ആണ്. സെറ്റപ്പ് കോസ്റ്റ് പ്രൊഡക്ഷൻ റൺ ₹900 ആണ്. അദ്ദേഹത്തിന് ഹൗ ഫ്രീക്വൻലി റൺ ബി മെയ്ഡ്, എങ്ങനെ അദ്ദേഹത്തിന് ഫ്രീക്വൻലി റൺ ബി മെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് ഇൻ എൻ ഇയർ ആർ 300 എസ്യൂം. അത് നമ്മൾ എസ്യൂം ചെയ്യാണ്. ഒരു ഇയർ എന്ന് പറഞ്ഞതുകൊണ്ട് ഓട്ടോമൊബൈൽ കമ്പനിയൊക്കെ ആയതുകൊണ്ട് 365 വേണേൽ ചെയ്യാം. 300 വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ടോട്ടൽ വർക്കിംഗ് ഡേ ഒരു ഇയറിൽ 300 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് ആദ്യം ചെയ്യാം. ഡിമാൻഡ് നമുക്ക് ചെയ്യാം, കാരണം 5,000 ആണ് പെർ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 300 ദിവസമാണെങ്കിൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 300 ഈസ് ഈക്വൽ ടു 15 ലാക്ക് നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. 15 ലാക്ക് ആണ് ഒരു ഇയറിലേക്ക് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഹോൾഡിംഗ് കോസ്റ്റ് ₹1 ആണ് പെർ ബിയറിംഗ് പെർ എൻ ഇയർ. അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറിംഗ് കോസ്റ്റ് 900 ആണ്. സോ ഡിമാൻഡ് 5,000 നോക്കൂ. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഡിമാൻഡ് ആയിട്ടുള്ള റേറ്റ്, മാനുഫാക്ചറിങ് ഡിമാൻഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5,000 ആണ്. കാരണം എന്താ, 5,000 ആണ് ഒരു ദിവസം ഉള്ളത്, അല്ലെ ഒരു ഇയറിലേക്കുള്ള 500. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് എത്രയാ പറയുന്നത് നോക്കൂ. ഹി ക്യാൻ പ്രൊഡ്യൂസ് 20,000 ബിയറിംഗ് പെർ ഡേ. ഇപ്പോൾ ഒരു പെർ ഡേയിൽ 5,000 വരുന്ന പ്രൊഡക്ഷൻ റേറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് റേറ്റ് 5,000 ആണ്. ഡിമാൻഡ് റേറ്റ് എത്രയാ, 5,000 ആണ്. പ്രൊഡക്ഷൻ റേറ്റ് എത്രയാണ്, പെർ ഡേയിൽ 20 ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കിട്ടി. ഡിമാൻഡ് 5,000 ഇൻറ്റു 300 15 ലാക്ക്. ഹോൾഡിംഗ് കോസ്റ്റ് 1 ആണ്. അത് ഓർഡറിംഗ് കോസ്റ്റ് 900 ആണ്. ഡിമാൻഡ് റേറ്റ് 5,000 ആണ്. പ്രൈസ് റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് റേറ്റും പ്രൊഡക്ഷൻ റേറ്റും, അതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് 20 ആണ്. എല്ലാം കിട്ടിയില്ലേ അല്ലെ. മാനുഫാക്ചറിംഗ് റേറ്റ് ഓർ പ്രൊഡക്ഷൻ റേറ്റ് 20. സോ ഇക്വേഷൻ ചെയ്യാം ആദ്യം. ഇഒക്യുവിന്റെ ഇക്വേഷൻ എന്താ, ഇഒക്യു അല്ലെങ്കിൽ ക്യൂ എന്ന് പറയാം. ഇഒക്യു ഓർ ക്യൂ ഈസ് ഈക്വൽ ടു √2 DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡ് ബൈ P മൈനസ് D ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു 15 ലാക്ക് ഇൻറ്റു 900 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 20,000 ഡിവൈഡ് ബൈ 20,000 മൈനസ് 5,000 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 60,000 ബിയറിങ്സ്. നമുക്ക് ബിയറിങ്സ് എത്ര കിട്ടുക, 60,000. എങ്ങനെയാ ആദ്യം ചെയ്യുക, 2 ഇൻറ്റു 15 ലാക്ക് ഇൻറ്റു 900 ഡിവൈഡ് ബൈ 1 അത് ആദ്യം ചെയ്യണം. എന്നിട്ട് അത് ചെയ്ത് വെച്ചിട്ട് 20,000 ഡിവൈഡ് ബൈ 20,000 മൈനസ് 5,000. അപ്പോൾ 20,000 ഡിവൈഡ് ബൈ 15,000. അപ്പോൾ 20,000 15,000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഫിഗർ നേരത്തെ കിട്ടിയ ഫിഗറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കാണാം. അതിൻ്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 60,000 കിട്ടും. ആൻസർ എത്ര കിട്ടുന്ന, ഇഒക്യു 60,000 ബിയറിങ്സ് കിട്ടും. ഇഒക്യു അല്ലെ ക്യൂ എന്ന് പറയും. അടുത്ത നമുക്ക് എന്താ പറയുക, ടൈം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടൈമിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ക്യൂ ഡിവൈഡ് ബൈ ഡി. ക്യൂവും ഡിയും നമുക്ക് അറിയെങ്കിൽ പിന്നെ വേറെ ഇക്വേഷൻ നോക്കണ്ടല്ലോ. ക്യൂ എത്രയാ, 60,000. ഡി എത്രയാ, 5,000. സോ 60,000 ഡിവൈഡ് ബൈ 5,000 ഈസ് ഈക്വൽ ടു 12 ഡേയ്സ്. 12 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം. അടുത്ത ലെങ്ത് ഓഫ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ. ലെങ്ത് ഓഫ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ എന്താ, ക്യൂ ഡിവൈഡ് ബൈ പി. അത് രണ്ടും അറിയെങ്കിൽ മറ്റേ ഇക്വേഷൻ കാണണ്ട. ക്യൂ അറിയാം, പിയും അറിയാം. സോ ക്യൂ ഈസ് ഈക്വൽ ടു 60,000. പി എത്രയാ, പ്രൊഡക്ഷൻ റേറ്റ് 20,000 ഈസ് ഈക്വൽ ടു 3 ഡേയ്സ്. ഓക്കെ, 3 ഡേയ്സ്. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ, ഈ ഒരു കൺസെപ്റ്റ് വളരെ ഈസിയാണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് 5,000 ഇൻറ്റു 300 ആണ്, 15 ലാക്ക്. ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് 1 ആണ്. ഓർഡറിംഗ് കോസ്റ്റ് 900 ആണ്. ഡിമാൻഡ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസേജ് റേറ്റ് 5,000 ആണ്. പ്രൊഡക്ഷൻ റേറ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 20,000 ആണ്. സോ ഇഒക്യു ഈസ് ഈക്വൽ ടു √2 DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡ് ബൈ P മൈനസ് D ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു 15 ലാക്ക് ഇൻറ്റു 900 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 20,000 ഡിവൈഡ് ബൈ 20,000 മൈനസ് 5,000. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം കിട്ടുന്നത് 60,000 ബിയറിങ്സ് ആണ്. സോ അത് അടുത്ത നമുക്ക് ടി ആണ്, ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടൈമിന്റെ ഇക്വേഷൻ ക്യൂ ഡിവൈഡ് ബൈ ഡി നമ്മൾ മേലെ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷന്റെ ടൈം അല്ലേ,
ക്യൂ നമുക്ക് പ്രൊഡക്ഷൻ ടൈം ഇതാ ക്യൂ പ്രൊഡക്ഷൻ ടൈം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ എൻ നമുക്ക് ഇക്വേഷൻ ഡി ഡിവൈഡ് ബൈ ക്യൂ. എന്നിന്റെ ഇക്വേഷൻ ഡി ഡിവൈഡ് ബൈ പ്രൊഡക്ഷൻ ടൈം ആണ്. ടൈമിന്റെ ഇക്വേഷൻ ക്യൂ ഡിവൈഡ് ബൈ പി അല്ലെങ്കിൽ നമുക്ക് ക്യൂ ഡിവൈഡ് ബൈ ഡി എന്നും പറയാം. ക്യൂ ഡിവൈഡ് ബൈ ഡിയും ക്യൂ ഡിവൈഡ് ബൈ പിയും പറയാം. സോ 60,000 ഡിവൈഡ് ബൈ 5,000 12 ഡേയ്സ് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ദ പ്രൊഡക്ഷൻ കിട്ടും. എത്രയാണ് വരുന്നത്? ക്യൂ ഡിവൈഡ് ബൈ പി ഈസ് ഈക്വൽ ടു 60,000 ഡിവൈഡ് ബൈ 20,000 3 ഡേയ്സ് കിട്ടും. ഓക്കെ, നമ്മളിന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ കേസ് 2 പറഞ്ഞ ഡിഫറെന്റ് റേറ്റ്സ് പറഞ്ഞ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 1 പറഞ്ഞ, അതിന്റെ ആൻസർ വരുന്നത് 9,63,060,000 ആണ്. ദെൻ ക്വസ്റ്റ്യൻ അതിന്റെ ഫൈനൽ ആൻസർ പ്രോഫിറ്റ് 4,76,040,000 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ടോട്ടൽ ആനുവൽ സ്റ്റോക്ക് കോസ്റ്റ് 2,175, EOQ 524.4, total annual stock if use EOQ 2,097.62. The next estimated stock cost 77.4, so EOQ would be significant. The next problems of EOQ with finite replenishment same as EOQ model 1, it's only difference the time, so it's a certain assumption. Next, economic batch quantity EBQ is equal to root DCO divided by CH into P divided by P minus D. Next, carrying cost Q divided by 2 into P minus D divided by P into CH. Next question, production setup cost D divided by Q into CO. So, total minimum variable inventory cost is equal to root 2 DCO CH into P minus D divided by P. Okay. The next optimum number of production run per year. Optimum number of production run per year. Yes, optimum number of production run per year D divided by Q or root D CN divided by 2 CO into 1 minus D divided by P. Next, optimal length of a load size of production or TP is equal to Q divided by P or root 2 DCO divided by CH root P divided by P minus D. So total cost D into C plus D divided by Q into CO plus Q divided by 2 into P minus D divided by D into CH. Okay. Then next, first question. Calculate EOQ value 60,000 bearings. Time Q divided by D is equal to 12 days. Length of time Q divided by P is equal to 3 days. That's all. The next question we will discuss the next class. Thank you.